അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ദുറൂസുൽ ഇഹ്സാനിൽ നിന്നുള്ള പദവാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ടാണ്. ആദ്യത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം. വരി തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഓർഡർ തെറ്റിച്ചിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാക്കി കൊടുക്കാം. ഹുബ്ബക മൻ യുഹിബ്ബുക അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വഹുബ്ബ അമലിൻ ഇലാ ഹുബ്ബിക വഹുബ്ബ യുകർരിബുന. അത് ശരിയാക്കി കൊടുക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുകർരിബുന ഇലാ ഹുബ്ബിക. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാനുള്ളതാണ്. നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? ഉത്തരം അള്ളാഹുവിൻ്റെ തിരുദർശനം എന്ന ലക്ഷ്യത്തിൽ. അള്ളാഹുവിനെ കാണണം എന്ന ലക്ഷ്യത്തിലാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത്. തിരുദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ ഏതാണ്? അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത 2 മഹാപാപങ്ങൾ, ഒന്ന് ഷിർക്കും രണ്ടാമത്തത് കുഫറുമാണ്. ഷിർക്കും കുഫറും. അടുത്ത ചോദ്യം, നീ മുഹ്സിനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പറഞ്ഞത്? നീ മുഹ്സിനാവുക എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട ആളോട്. എനിക്ക് സ്വർഗം ലഭിക്കാനുള്ള ഒരു അമൽ പറഞ്ഞു തരിക എന്ന് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു. അയാളോടാണെന്ന് പറഞ്ഞത് നീ മുഹ്സിനാവുക. ഇനി അടുത്ത ചോദ്യം, നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം? നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം? ഉത്തരം അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവരുമായി നന്മയിൽ വർത്തിക്കണം. ഇനി അടുത്തത് വ്യക്തമാക്കാം. ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? ഉത്തരം നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ. നമ്മുടെ ഈ ദുറൂസുൽ ഇഹ്സാനിൻ്റെ മറ്റു ചോദ്യപേപ്പറുകളും അതുപോലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ അതുപോലെ മറ്റു ക്ലാസ്സുകളിലെ ചോദ്യപേപ്പറുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അവിടെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ പാഠം ബേസ് ചെയ്തിട്ട് ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് എടുത്ത് ചെയ്തു നോക്കുക. ഓരോ പാഠത്തിലെ പ്രത്യേക ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ആവശ്യമുള്ളവർക്ക് താഴെ ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് വിട്ടിരുന്നതാണ്. ഇനി അടുത്തത് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? ഉത്തരം അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അടുത്തത് തൗഹീദ്. ഏകദൈവ വിശ്വാസം എന്നാൽ എന്താണ്? ഉത്തരം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന ഡാഷ്. അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണേ, ചിലപ്പോൾ അർത്ഥം എഴുതാനുണ്ടാകും. മുനാഫിക്കുകളുടെ മേൽ ഭാരമായ നിസ്കാരങ്ങൾ അത് ഇശാഉം ഫജ്റുമാണ്. 4. മൻ അഹബ്ബ ലിഖാ അല്ലാഹി ഡാഷ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അത് പൂരിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം പഠിക്കണം. ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അവനെയും അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടും.
3 ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ഡാഷ്. ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അതിൻ്റെ അർത്ഥം പഠിക്കണേ, അത് ബുക്കിൽ തന്നെ ഉണ്ട്. അടുത്തത്, ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോട് ഡാഷ്. ഒരാളുടെ ഗുണവിശേഷങ്ങൾ കൂടുതൽ അറിയുമ്പോഴാണല്ലോ അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക. ഇനി അടുത്തത്, അള്ളാഹുവിന് 99 ഡാഷ്. അള്ളാഹുവിന് 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. ആ പരിശുദ്ധ നാമങ്ങളിൽ ഏതെങ്കിലും ഒരു 6 അല്ലെങ്കിൽ 5 ആയിട്ട് ചോദിക്കും. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി അവസാനത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതിയെടുക്കാം. വഇദാ ഖാമു ഇലസ്സലാത്തി ഡാഷ്. ഏതാണ്? വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണേ. 2 ഷിർക്ക് ചെയ്യൽ അള്ളാഹു ഒരിക്കലും ഡാഷ്. ഷിർക്ക് ചെയ്യൽ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. ബ്രാക്കറ്റിലുണ്ട്. 3 വല്ലദീന കഫറു വകദ്ദബു ബി ആയാതിന ഉലൈക ഡാഷ്. ഉലൈക അസ്ഹാബുൽ ജഹീം. 4 വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഡാഷ് ഫദ്ഉ ബിഹാ. 5 പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് ഡാഷ് സൂചിപ്പിക്കുന്നത്. 6 ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ ഡാഷ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദത്തുൻ. 7 വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ. ഇതോടുകൂടെ നമ്മുടെ ദുറൂസിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.